ഹലോ ഗൈസ്, സൈക്കിളിലാണ് നമ്മുടെ യാത്ര നേരെ ചെറായിക്ക്. ഒരുപാട് ദിവസമായി സൈക്ലിങ്ങിന് പോയിട്ട്. സൈക്ലിംഗ് വിത്ത് ഫുഡിങ് ആണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ഇന്നത്തെ യാത്ര ചെറായിക്കാണ്. നല്ല കിടിലൻ ആംബിയൻസും നല്ല കിടിലൻ മഴയും. ഒരുപാട് സ്ഥലത്ത് കയറി നിന്നിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്പോട്ടിലേക്ക് വന്നത്. മഴ പെയ്യും, കയറിക്കും, സൈക്കിളോട്ടും. ഇത് തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ചെറായി. ചെറായിലേക്ക് പോണ വഴിയും ആ കണ്ടവും ആ മീൻ പിടിക്കണ കാഴ്ചകളൊക്കെ ഒരു വൈബാണ് ഗൈസ്. ചെറായി വഴിയുള്ള സൈക്ലിങ് ഒരു വൈബാണ് ഗൈസ്. നല്ല റീഫ്രഷിങ് ആണ്. എനിക്ക് സൈക്ലിങ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ കാഴ്ചയൊക്കെ കണ്ട് സൈക്കിൾ ഇട്ടുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ വൈബാണ് ഗൈസ്. ഈ റൂട്ട് സൈക്കിൾ ഓട്ടുമ്പോൾ ഒരുപാട് ചീനവലകളും ചീനവലയിൽ നിന്ന് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയും വഞ്ചിക്ക് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൊച്ചിയുടെ തിക്കും തിരക്കുന്ന ലൈഫ് സ്റ്റൈലിൽ നിന്ന് വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ചെറായി. ചെറായിൽ ബീച്ച് മാത്രമല്ല, ബീച്ചിലേക്ക് പോണ വഴി ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. മീൻ പിടിക്കുന്നതും വല വീശുന്നതും ഒക്കെ കിടിലൻ വ്യൂ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. ഒരുപാട് നേരം വല വീശിയിട്ടാണ് ഇവർക്കൊക്കെ മീൻ കിട്ടുന്നത്. ഇതൊക്കെ ശരിക്കും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇവരെ ക്ഷമയും ഹാർഡ് വർക്കും. പിന്നെ അവിടെ നിന്ന് നേരെ ചെറായി ബീച്ചിലേക്ക് വന്നു. ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്. വീക്കെൻഡ് ആയിരുന്നു, നല്ല തിരക്കും നല്ല ടൂറിസ്റ്റുകളുണ്ട്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും വീക്കെൻഡ് നല്ലതായിട്ട് എൻജോയ് ചെയ്യണം. ചെറായി ബീച്ചിൽ ഈവനിങ് കാഴ്ചകൾ ഒരു വൈബാണ് ഗൈസ്. നല്ല തിരമാലകളും നല്ല അസ്തമയവും ഇതൊക്കെ കാണാൻ വന്ന ആൾക്കാരുകളും കൂടണയുന്ന പക്ഷികളും ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെക്കണം. ഈ നല്ല നല്ല കാഴ്ചകൾക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം മിസ് ചെയ്യണ കാര്യങ്ങളാണ്. ഇതെല്ലാം ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനുള്ള എഫേർട്ടോ ഒരു കാര്യം എടുക്കില്ല. നമ്മൾ വർക്ക് ഹോളിക്കായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് മിസ് ചെയ്യുന്നത്. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഇനിയെങ്കിലും വീക്കെൻഡ്സ് മിസ് ചെയ്യാതെ നമ്മൾ ഈ സ്പോട്ടൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണം. ഈ വല എറിയുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. ആ ചേട്ടനോട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ഫുഡ് സ്പോട്ടിലേക്ക് പോയി. നല്ല കിടിലൻ ആംബിയൻസിൻ്റെ നടുക്ക് നല്ല അടിപൊളി ഭക്ഷണം. നമ്മൾ സൈക്കിളോട്ട് എത്തിയത് ഒരു മൊമോ പോയിന്റിലാണ്. മൊമോ ഹട്ട് എന്നാണ് സ്പോട്ടിൻ്റെ പേര്. നല്ല മൊമോസും നല്ല ഫ്രൈഡ് റൈസും എല്ലാം കിട്ടുന്ന നല്ലൊരു സ്പോട്ട്. ഞാനൊരു വെജ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഈ ഒരു ആംബിയൻസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് ഗൈസ്. ഓർഡർ കൊടുത്തപ്പോൾ തന്നെ ഗ്യാസ് ഓണാക്കി ആളുടെ പണി തുടങ്ങി. നല്ല മസാലയും റൈസും വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് വേഗം പുള്ളി എനിക്ക് ഉണ്ടാക്കി തന്നു. നല്ല വൃത്തിയിൽ നല്ല ഹൈജീനും ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ആളുടെ പ്രിപ്പറേഷൻ. സൈക്കിളൊക്കെ ചവിട്ടി വന്നാന്ന് പറഞ്ഞു. നല്ല വിശപ്പുണ്ടായി. ഫുഡിൻ്റെ മണോണിയും കേട്ടപ്പോൾ വിശപ്പ് കൂടി. ഒരു രക്ഷയില്ല ഗൈസ്. 50 രൂപയ്ക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഫ്രൈഡ് റൈസ്. ആവി പറക്കണ ഫ്രൈഡ് റൈസിലേക്ക് മയോണൈസും സോസൊക്കെ ഒഴിച്ച് തന്നു. പിന്നെ ഞാനൊരു വിത്തൗട്ട് കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയും കിട്ടി. നേരെ ഫുഡിങ് കൂടി. അപ്പോൾ ഗൈസ് സ്പോട്ട് വരുന്നത് ചെറായി. ഒരു വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട്. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ മോമോസ് ഹട്ട്.